ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ സാധാരണ ഇഡ്ഡലി തട്ടി വെച്ചിട്ട് നമ്മൾ ആവി കൊള്ളിച്ച് വേവിച്ചെടുത്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കുവാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 2 കപ്പ് ഗോതമ്പ് മാവ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ മാവ് ചപ്പാത്തിക്കൊക്കെ മിക്സ് ചെയ്യുന്ന കണക്ക് കൈ വെച്ച് ആദ്യം നമ്മൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ, പൈപ്പിൽ നിന്നെടുത്ത് സാധാരണ കുടിക്കുന്ന നമ്മുടെ വെള്ളം, ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് ഇരിക്കണം കൺസിസ്റ്റൻസി. മീൻസ് ഒത്തിരി ഇങ്ങനെ മാവ് കണക്കല്ല, ജസ്റ്റ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ആഡ് ചെയ്ത് മാവൊക്കെ മാക്സിമം വെള്ളം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മുടെ മാവ് അറൗണ്ട് നന്നായിട്ട് മേക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റിക്കി നമ്മൾ കൈ വയ്ക്കുമ്പോഴേക്കും കൈ ഇങ്ങനെ ഒട്ടി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അധികം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് ഓവറായിട്ട് കുഴച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര നമ്മൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചീകി എടുക്കത്തില്ലേ, അങ്ങനെ ചീകി എടുത്തിട്ടുള്ള ശർക്കര നമ്മൾ നമ്മുടെ ആ തേങ്ങയിലേക്ക് ആവശ്യത്തിലധികം നമ്മൾ ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകപ്പൊടി ചേർക്കാം, ചുക്കുപൊടി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിൽ നമുക്കിതിൽ ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മാക്സിമം കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മാക്സിമം ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി അതിൽ തേങ്ങയ്ക്ക് അത്യാവശ്യം പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് നമ്മൾ ഒരു ലഡുവിൻ്റെ വലുപ്പത്തിനുള്ള ഒരു ചപ്പാത്തിക്ക് നമ്മളൊരു ഉരുള എടുക്കത്തില്ലേ, അത്രയും അളവിനൊരു ഉരുള എടുക്കുക. കൈ അത്യാവശ്യം വെള്ളം നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്കിങ്ങനെ കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒന്ന് വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കണ്ടോ, കൈ ജസ്റ്റ് ഒട്ടുന്നെന്ന് തോന്നുമ്പോഴേക്കും വെള്ളം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കയ്യിൽ. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് പരത്തി കൊടുക്കുക കൈ കൊണ്ട് തന്നെ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ മാക്സിമം വെച്ച് കൊടുക്കുക. ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം കേട്ടോ. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതലാവാം. എന്നിട്ട് ഇത് ജസ്റ്റ് കൈ കൊണ്ട് നമ്മൾ ആ മാവിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇങ്ങനെ വേണം ചെയ്തെടുക്കുവാനായിട്ട്. തേങ്ങ ഫില്ലിങ്സ് എല്ലാം അതിൻ്റെ അകത്തിരിക്കണം. എന്നിട്ട് കൈ കൊണ്ട് വീണ്ടും നമ്മളൊരു ബോൾസ് ആക്കുന്നുണ്ട്. ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഇഡ്ഡലിയുടെ ആ കുഴിയിലിരിക്കത്തക്ക ഭാഗത്തിനുള്ള ഒരു സൈസാക്കി നമ്മളിതിനെ എടുക്കുവാണ്. അപ്പോൾ ദേ കണ്ടോ, ഇങ്ങനെ വേണം നമ്മൾ ആക്കി എടുക്കുവാനായിട്ട്. എന്നിട്ട് നമ്മളിത് വയ്ക്കുന്ന ആ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇത് തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാം നമുക്ക് മേക്ക് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വയ്ക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. നമുക്കൊരു 15 മിനിറ്റ് മാത്രം മതി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുവാനായിട്ട്. പിന്നെ ഹെൽത്തിയാണ്, നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ ഗോതമ്പ് മാവ് നമുക്ക് വീട്ടിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. തേങ്ങയും ശർക്കരയും കാണും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്നാക്സ് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. എന്നിട്ട് നമ്മളൊരു ഇഡ്ഡലി പാത്രം നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന കണക്ക് വെള്ളം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തട്ടുകളുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കൂടുതൽ വേണമെന്നുള്ളവർക്ക് 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ.
കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ ഓയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇഡലി തട്ടിൽ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.